അമാനുഷിക ശേഷിയുള്ള വീരന്മാർ, മനുഷ്യരെ പോലെ സംസാരിക്കുന്ന മൃഗങ്ങൾ, ചിരിപ്പിക്കുകയും വിസ്മയിപ്പിക്കുകയും പേടിപ്പെടുത്തുകയും ചെയ്യുന്ന ഈ ദൃശ്യങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? കാർട്ടൂൺ സീരിയലുകളിൽ തുടങ്ങി ആധുനിക സിനിമയിലും പരസ്യങ്ങളിലും വരെ നിരന്തര സാന്നിധ്യമാകുന്ന ഈ ചലനചിത്രങ്ങളെ രൂപപ്പെടുത്തുന്ന വിദ്യയാണ് ആനിമേഷൻ. അനേകം നിശ്ചല ദൃശ്യങ്ങളുടെ അതിവേഗതയിലുള്ള ചലനത്തിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. കണ്ണിന്റെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന പ്രത്യേകതയാണ് ഈ നിശ്ചല ചിത്രങ്ങൾക്ക് ചലന പ്രതീതി നൽകുന്നത്. ഒരു കാർഡിന് ഇരുവശങ്ങളിലുമായി വരച്ച കിളിയും കൂടും. കാർഡ് അതിവേഗത്തിൽ കറക്കുമ്പോൾ കിളി കൂട്ടിനുള്ളിലായ പോലെ നമുക്ക് തോന്നും. സെക്കൻഡിന്റെ 16 സമയത്തിനുള്ളിൽ ഒന്നിലേറെ ചിത്രങ്ങൾ കണ്ണിന്റെ റെറ്റിനയിൽ പതിഞ്ഞാൽ ഇവ ഒന്നായി തോന്നും. ആനിമേഷൻ ചിത്രങ്ങളുടെ പ്രാഥമിക തത്വം ഇതാണ്. 1906 ജെയിംസ് സ്റ്റുവർട്ട് ബ്ലാക്ക്ടൺ നിർമ്മിച്ച ഹ്യൂമറസ് ഫേസസ് ഓഫ് ഫണ്ണി ഫേസസ് ആണ് ആദ്യ ആനിമേഷൻ ചിത്രം. ആനിമേഷനുകളെ പ്രധാനമായും രണ്ടായി തിരിക്കാം: 2D ആനിമേഷനും 3D ആനിമേഷനും. 2D ആനിമേഷനിൽ ദ്വിമാന രൂപത്തിലുള്ള ചിത്രങ്ങൾ കാണുമ്പോൾ 3D ആനിമേഷനിൽ ചിത്രങ്ങളെ ത്രിമാന രൂപത്തിൽ കാണാം. ബ്ലാക്ക്ടൺ തന്നെയാണ് ആദ്യമായി 3D ആനിമേഷനും അവതരിപ്പിച്ചത്. കമ്പ്യൂട്ടറുകളുടെ വ്യാപനത്തോടെ ആനിമേഷൻ രംഗത്തെ ജോലിഭാരം വളരെ കുറഞ്ഞു. മനുഷ്യാധ്വാനത്തിന്റെ വലിയൊരു പങ്ക് കമ്പ്യൂട്ടറുകൾ ഏറ്റെടുത്തു. കൗതുകം മാത്രം ഉണർത്തിയിരുന്ന ഈ രംഗത്തെ വാണിജ്യവൽക്കരണം പിന്നീട് വളരെ വേഗമാണ് നടന്നത്. എങ്ങനെയാണ് ഒരു 2D ആനിമേഷൻ ചിത്രം പിറക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സിനിമാ നിർമ്മാണം പോലെ തന്നെ ആദ്യം കഥ തീരുമാനിക്കുന്നു. പിന്നീട് കഥയുടെ ക്രമാനുഗതമായ വളർച്ച രൂപപ്പെടുത്തുന്നു. പ്രധാന കഥാപാത്രങ്ങൾ, കഥ നടക്കുന്ന സ്ഥലങ്ങൾ ഇവ നിശ്ചയിക്കുന്നു. ഈ ദൃശ്യചലനങ്ങളെ വിവിധ നിശ്ചല ദൃശ്യങ്ങളായി തിരിച്ച് കഥാദൃശ്യങ്ങളുടെ രൂപഘടന അഥവാ സ്റ്റോറി ബോർഡ് ഉണ്ടാക്കുന്നു. പിന്നീട് കഥാപാത്രങ്ങൾക്ക് രൂപം നൽകലാണ്. കഥാപാത്രത്തിന്റെ രൂപം, ശരീര അളവുകൾ, നിറം, വസ്ത്രം, കൂടെ കൊണ്ട് നടക്കുന്ന സ്ഥിരം ഉപകരണങ്ങൾ ഇവയെല്ലാം രൂപപ്പെടുത്തുന്നു. പിന്നീട് കഥാപാത്രങ്ങളുടെ സംഭാഷണം റെക്കോർഡ് ചെയ്യും. ഈ സംഭാഷണത്തിനനുസരിച്ചാണ് കഥാപാത്രത്തിന്റെ വായുടെയും മുഖത്തിന്റെയും ചലനം വരച്ചു ചേർക്കുന്നത്. പ്രീ പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയായാൽ ചിത്രങ്ങളുടെ ലേ ഔട്ട് വരയ്ക്കുകയാണ്. ഓരോ സീനും പ്രത്യേകം തിരിച്ചാണ് ലേ ഔട്ട് തയ്യാറാക്കുന്നത്. പിന്നീട് കഥാപാത്രത്തിന്റെ ആദ്യത്തെയും അവസാനത്തെയും ചലനങ്ങളും മറ്റു പ്രധാന ചലനങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവയും വരയ്ക്കും. ബാഗ് തുറക്കുന്ന ചിത്രമാണ് വേണ്ടതെങ്കിൽ തുറക്കാൻ തുടങ്ങുന്ന ചിത്രവും തുറന്നു കഴിഞ്ഞ ചിത്രവും വരയ്ക്കും. പിന്നീട് കഥാപാത്രം നിൽക്കുന്ന സ്ഥലം വരയ്ക്കുന്നു. അതിനുശേഷം സ്ഥലത്തുണ്ടായിരിക്കേണ്ട വസ്തുക്കളും. ഉദാഹരണത്തിന് മുറി വരച്ചാൽ മേശ, കസേര, ലൈറ്റ് തുടങ്ങി ആ മുറിയിൽ ആവശ്യമായ ഉപകരണങ്ങളും വരയ്ക്കണം. അതിനുശേഷം ക്യാമറയുടെ സ്ഥാനം നിശ്ചയിച്ച് ഓരോ ഷോട്ടിന്റെയും ക്യാമറ ആംഗിളുകൾ തീരുമാനിക്കും. ഇങ്ങനെ ലഭിക്കുന്ന ചിത്രങ്ങളാണ് കീ ഡ്രോയിങ്ങുകൾ. ഇവ നേരെ ക്ലീനപ്പ് ആർട്ടിസ്റ്റിന്റെ അരികിലേക്ക് പോകുന്നു. ഇവിടെ മുൻ വരച്ച ചിത്രങ്ങളിൽ ഏറ്റവും അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് അവയിലെ അനാവശ്യ വരകളും വെട്ടലും തിരുത്തലും ഒക്കെ ഒഴിവാക്കി പൂർണ്ണതയുള്ള ചിത്രങ്ങൾ രൂപപ്പെടുത്തുന്നു. ഇത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഇൻ ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ഇവിടെയാണ് ചിത്രങ്ങളുടെ ചലനം വരച്ചു ചേർക്കുന്നത്. സെക്കൻഡിൽ 16 ഫ്രെയിം എന്ന കണക്കിലാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ചെക്കിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവയുടെ ചലനങ്ങൾ പരിശോധിക്കുന്നത്. ഇവിടെ നിന്ന് വരുന്ന ചിത്രങ്ങളെ ഡിജിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ക്രമത്തിൽ സ്കാൻ ചെയ്യുന്നു. സ്കാൻ ചെയ്ത ചിത്രങ്ങളിൽ കമ്പ്യൂട്ടറാണ് ആവശ്യമായ നിറം നൽകുന്നത്. ഈ ചിത്രങ്ങളും പശ്ചാത്തല ചിത്രവും ക്രമത്തിൽ അടുക്കി ശബ്ദവുമായി യോജിപ്പിക്കുമ്പോൾ 2D ആനിമേഷൻ ചിത്രം പൂർത്തിയാവുന്നു. 3D ആനിമേഷൻ ചിത്രങ്ങൾ വരയ്ക്കുന്നത് മുതൽ എല്ലാ ജോലികളും കമ്പ്യൂട്ടർ സഹായത്തോടെയാണ് നിർവഹിക്കുന്നത്. ആവശ്യമായ വസ്തുവിന്റെയോ ആളിന്റെയോ രൂപരേഖ നൽകിയ ശേഷം
അവയുടെ ചലനങ്ങളും ദിശയുമെല്ലാം നൽകിയാൽ കമ്പ്യൂട്ടർ തന്നെ ഈ ജോലികൾ ചെയ്തുകൊള്ളും. സിനിമയിൽ നായകൻ ഭീകര ജീവികളോട് ഏറ്റുമുട്ടുന്നത് കാണാറില്ലേ? നായകൻ വെറുതെ അഭിനയിക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നീട് ആനിമേഷനിലൂടെയാണ് ഭീകര ദൃശ്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നത്. അപകടകരമായ സംഘട്ടന രംഗങ്ങളിലും ആനിമേഷൻ തന്നെയാണ് സഹായത്തിനെത്തുന്നത്. പലപ്പോഴും നാം അത് തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം. ഇവിടെയാണ് ആനിമേഷന്റെ വിജയവും.